നിത്യമാം സ്നേഹമേ നിൻ കൽപ്പനയല്ലോ നിൻ തിരുഛായ ചിത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് കേരളത്തിലെ മുഴുവൻ ജനങ്ങളെയും ദൈവകരുണയ്ക്ക് പ്രതിഷ്ഠിച്ചുകൊണ്ടുള്ള ദൈവകരുണയുടെ തിരുനാളിന് ഒരുക്കമായിട്ടുള്ള സന്ദേശയാത്ര ഇതിലെ കടന്നു പോകുന്നത്. പ്രിയമുള്ളവരെ, ഇത് കരുണയുടെ അവസാന മണിക്കൂറാണ്. ഈശോ പറയുന്നു, ഈ സമയം എല്ലാ മനുഷ്യരും തങ്ങളുടെ ചെയ്തികളും പാപങ്ങളും ഉപേക്ഷിച്ചുകൊണ്ട് ദൈവത്തിലേക്ക് മടങ്ങി വരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പ്രിയമുള്ളവരെ, അവിടുത്തെ സന്നിധിയിലേക്ക് മടങ്ങി വന്നുകൊണ്ട് നമ്മുടെ ചെയ്തികളെ വിലയിരുത്തിക്കൊണ്ട് പാപവും പാപകരമായ സാഹചര്യങ്ങളെയും വെറുത്തുപേക്ഷിച്ചുകൊണ്ട് ദൈവത്തിന്റെ കരുണയിൽ ആശ്രയിച്ച്, ഇപ്പോൾ ഏറ്റവും വലിയ പാപിക്കാണ് എന്റെ കരുണയിൽ ആശ്രയിക്കുവാൻ ഏറ്റവും യോഗ്യത എന്നാണ് ഈശോനാഥൻ ഈ സന്ദേശത്തിലൂടെ ലോകത്തോട് വെളിപ്പെടുത്തിയത്. എന്നാൽ ഈ ആത്മാവ് ദൈവസന്നിധിയിലേക്ക് പ്രവേശിക്കുന്നത് ഈ കാലഘട്ടത്തിൽ, ഈ ലോക ജീവിതത്തില് ഇവിടെ എപ്രകാരമാണ് നാം വചനമനുസരിച്ച് വിശുദ്ധിയിൽ കണ്ട് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പരിശുദ്ധമായി ജീവിച്ചത് എന്നതിന് അടിസ്ഥാനമായിട്ടായിരിക്കും നിത്യജീവിതത്തിൽ നമുക്ക് സ്വർഗരാജ്യം അവകാശമാക്കുവാൻ സാധിക്കുക. എന്നാൽ എങ്ങനെയാണ് നാം പാപങ്ങൾ മോചിക്കുകയും നമ്മുടെ കടങ്ങൾ മോചിച്ചുകൊണ്ട് ഒരു വിശുദ്ധമായ ജീവിതത്തിലേക്ക് കടക്കുവാൻ ചെയ്യുക സാധിക്കുക? അത് മറ്റൊന്നിലൂടെയുമല്ല. തിരുവചനം പറയുന്നു, അവിടുത്തെ ഏകപുത്രനായ യേശുക്രിസ്തുവിന്റെ രക്തം എല്ലാ പാപങ്ങളിൽ നിന്നും നമ്മെ ശുദ്ധീകരിക്കുന്നു. അങ്ങനെ കുരിശിൽ ബലിയർപ്പിക്കപ്പെട്ട യേശുക്രിസ്തുവിലൂടെ അവിടുന്ന് തന്റെ തിരുഹൃദയത്തിൽ നിന്ന് ഒഴുകിയിറങ്ങിയ തിരുരക്തത്തിലും തിരുജലത്തിന്റെയും യോഗ്യതയാൽ നമ്മുടെ പാപങ്ങൾ മോചിക്കപ്പെടുകയും നാം വീണ്ടും നമ്മുടെ എല്ലാ പാപങ്ങളിൽ നിന്നും കറകളിൽ നിന്നും വിമുക്തി നേടി ദൈവത്തിന്റെ പ്രിയപ്പെട്ട മകനും മകളും എന്ന സ്ഥാനത്തിലേക്ക് കടന്നു വരികയും ചെയ്യുന്നു. അതുകൊണ്ടാണ് ഈശോ വ്യക്തമായി പഠിപ്പിച്ചത്, വഴിയും സത്യവും ജീവനും ഞാനാണ്, എന്നിലൂടെ അല്ലാതെ ആരും പിതാവിന്റെ പക്കലേക്ക് പോകുന്നില്ല. പ്രിയമുള്ളവരെ, യേശുക്രിസ്തുവിലൂടെയാണ് എല്ലാ മനുഷ്യരും രക്ഷിക്കപ്പെടുക. എനിക്ക് നിങ്ങളോടുള്ള വാത്സല്യത്തിൽ നിന്നാണ് കരുണയുടെ തിരുനാൾ ഉത്ഭൂതമായത്. ഈസ്റ്റർ കഴിഞ്ഞു വരുന്ന ആദ്യത്തെ ഞായറാഴ്ച ഇത് സാഘോഷം കൊണ്ടാടണമെന്നതാണ് എൻ്റെ അഭിലാഷം. എൻ്റെ കരുണയുടെ ഉറവയിൽ അണയാതെ മാനവകുലത്തിന് സമാധാനം ലഭിക്കുകയില്ല. ദൈവമേ, തോന്നണമേ, എൻ്റെ കരുണയാണ് ഉദ്ധിതമാണ്. എൻ്റെ കരുണയിൽ ശരണം വയ്ക്കുന്നവർ ഒരിക്കലും നശിച്ചു പോവുകയില്ല. കാരണം അവരുടെ എല്ലാ കാര്യങ്ങളും എൻ്റേതുമാണ്. അവരുടെ ശത്രുക്കൾ എൻ്റെ പാദപീഠത്തിന് കീഴിൽ